1,25,000 രൂപ മാസ വാടക നൽകിയിട്ടും അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിക്കൊടുക്കാതെ MRA ഹോട്ടലിനെതിരെ മുനിസിപ്പാലിറ്റി നടത്തുന്നത് അടിസ്ഥാനരഹിത ആരോപണമെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് PA ഖാദർ പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരള വ്യാപാര വ്യവസായ ഏകോപന സംബന്ധിച്ചോളം അന്നും ഇന്നും ഒരേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പൊതു ഓടയിലേക്ക് കക്കൂസ് മാലിന്യം വ്യാപാര സ്ഥാപനത്തിനായാലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക് ടോയ്ലറ്റിനായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനായാലും അപ്പാർട്ട്മെൻറ്റിനായാലും ഹോട്ടലുകളായാലും ഏത് സ്ഥാപനം പൊതു ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നോ അതിനെതിരെ നിയമപരമായിട്ടുള്ള ശക്തമായ നടപടി എടുക്കണമെന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി അന്നും ഇന്നും ഒരേ നിലപാടെടുത്തത്. MRA പരിശോധന നടത്തിയാൽ കഴിഞ്ഞ ഡിസംബറിൽ അവരെ കക്കൂസ് മാലിന്യം വലിയ ടാങ്കർ വെച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അത് ഏകദേശം 3/4 ഭാഗത്തോളം നിറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് എന്ന് വെച്ചാൽ അത് കക്കൂസ് മാലിന്യോടനുബന്ധിച്ച് പോലെ തോന്നും, പക്ഷെ അതൊരു സ്ലഡ്ജാണ്. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ കൈ കഴുകുന്നതും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന എണ്ണയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്ലഡ്ജാണ്. അത് കുറേ കെട്ടിക്കിടന്നാൽ അവരത് പിന്നെ 2-3 മാസം കൂടുമ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ ഒഴിവാക്കാൻ സംഭവമുള്ളത്. ഇപ്പം വ്യാപകമായിട്ടും വടകര MRAന്ന് കക്കൂസ് മാലിന്യം പുറത്ത് വിട്ടുന്നുള്ള പ്രചാരണമുള്ളത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നമ്മളെ പരിശോധനയിൽ മനസ്സിലായത്. അതായത് ഈ സ്ലഡ്ജ് കണ്ടാൽ ലേശം മലം പോലെ തോന്നും, പക്ഷെ അത് മലമല്ല. അത് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വേസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, അവിടെ ചാക്കിൽ കൂട്ടിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പം വടകരയെ സംബന്ധിച്ചോളം വടകരയിലെ ഈ കരിമ്പത്തോട് വിഷയം ബന്ധപ്പെട്ട് ഒട്ടനവധി ഹോട്ടലുകൾ സ്ഥാപനം പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ സമഗ്രമായ ഒരു അഴുക്കുചാൽ പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് എങ്കിലും മാത്രമേ വടകരയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വടകരയെ സംബന്ധിച്ചോളം എല്ലാ കച്ചവടവും വടകരയിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകര വന്നാൽ ശരിക്കും ഒരു ചായ കുടിക്കാനുള്ള സ്ഥലമില്ല, എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പരിഹാരം എന്ന നിലക്ക് ഒരു സമഗ്രമായ അഴുക്കുചാൽ പദ്ധതി കൊണ്ടുവരണം. ബാക്കിയുള്ള ജില്ലകളിലാണെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം സക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിന് മീറ്ററിന് ഒരു പൈസ വെച്ചുകൊണ്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ സംവിധാനം വടകരയില്ല. എത്ര തന്നെ വേസ്റ്റ് ആയാലും അത് പുറത്തൊഴുക്കാതെ തന്നെ അത് സക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നല്ല വെള്ളമാക്കി കൊണ്ടുവന്ന സംവിധാനം പല ജില്ലകളിലുമുണ്ട്. വടകര മുനിസിപ്പാലിറ്റിക്ക് ഈ MRA എന്ന സ്ഥാപനം 1,00,000 മേലെ രൂപ വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഭീമമായ സംഖ്യ വാടക കൊടുക്കുമ്പോൾ ഇതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യം കൊടുക്കാതെ തന്നെ ഇത്രയും ഭീമമായ സംഖ്യ വാടകമായിട്ട് യാതൊരുവിധ അടിസ്ഥാന സൗകര്യം ചെയ്യാതെ തന്നെയാണ് ഈ സ്ഥാപനം റൺ ചെയ്യാൻ മുനിസിപ്പാലിറ്റി സൗകര്യം ചെയ്ത് കൊടുത്തത്. നമുക്ക് പറയാനുള്ളത് ഈ സ്ഥാപനം റൺ ചെയ്യാനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യവും മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കണമെന്ന് പറയാനുള്ളത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.